നമസ്കാരം സുഹൃത്തുക്കളെ. 10th മെയിൻസ് 100 ഡേയ്സ് ടൈം ടേബിൾ ഡേ 51ന്റെയും 52ന്റെയും പരീക്ഷ ഒരുമിച്ച് നടത്താൻ പോവാണേ. അപ്പൊ എന്നാലും പരീക്ഷയിലോട്ട് പോവാം. ടിപ്സ് ആൻഡ് ട്രിക്സ് ഫാമിലിയിലോട്ട് എല്ലാവരെയും വെൽക്കം ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫാമിലി മെമ്പർ ആയേക്കാം. എൻ്റെ പേര് അശ്വതി. സ്റ്റാർട്ട് ചെയ്യാം. ടെൻത്ത് മെയിൻസ് ഡേ 51 ആൻഡ് 52 എക്സാം. ആദ്യത്തെ ചോദ്യം, താഴെ പറയുന്ന വിവരണം പരിശോധിച്ച് പ്രതിഭാസം ഏതാണെന്ന് കണ്ടെത്തുക. വിവരണം ഇതാണ്: പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്നും വ്യത്യസ്തമായ മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിന്റെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നു. ഇതേതാണ് ഈ പ്രതിഭാസം? പ്രതിപതനം, വിസരണം, അപവർത്തനം, വിഭങ്കനം. രണ്ട്, താഴെ പറയുന്നവയിൽ പ്രകാശം അതിന്റെ ഘടകവർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസത്തിന് പറയുന്ന പേര് എന്താണെന്ന് കണ്ടെത്തുക. പ്രതിപതനം, പ്രകീർണനം, വിസരണം, അപവർത്തനം. മൂന്ന്, കൂട്ടത്തിൽ പെടാത്തത് ഏത്? ഗിബ്ബൺ, കുരങ്ങ്, ഗൊറില്ല, മനുഷ്യൻ. 4, ചുവടെ നൽകിയവയിൽ ജീവപരിണാമം സംബന്ധിച്ച തെറ്റായ പ്രസ്താവന ഏതാണെന്ന് കണ്ടെത്തുക. ആദ്യത്തെ പ്രസ്താവന: ജീവികൾ അവയുടെ ജീവിതകാലത്ത് ആർജിക്കുന്ന സ്വയാർജിത സ്വഭാവങ്ങൾ തലമുറകളിലൂടെ കൂടിച്ചേർന്ന് പുതിയ ജീവജാതികൾ രൂപപ്പെടുന്നു എന്ന സ്വയാർജിത സ്വഭാവങ്ങളുടെ പാരമ്പര്യ പ്രേഷണ സിദ്ധാന്തം അവതരിപ്പിച്ചത് ലാമാർക്കാണ്. ബി, ലാമാർക്കിന് മുൻപുള്ള ജീവപരിണാമ സിദ്ധാന്തങ്ങൾ എല്ലാം ചേർത്ത് നിയോ ലാമാർക്കിസം എന്നറിയപ്പെടുന്നു. സി, സ്വയാർജിത സ്വഭാവങ്ങൾ പാരമ്പര്യമായി കൈമാറ്റം ചെയ്യപ്പെടുന്നു എന്ന് തെളിയിക്കാൻ ആകാത്തതിനാൽ ലാമാർക്കിന്റെ സിദ്ധാന്തം ശാസ്ത്രലോകം തള്ളി. ഡി, എല്ലാം ശരിയാണ്. 5, DNA ഫിംഗർ പ്രിന്റിംഗിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ഗ്രിഗർ മെൻഡൽ, ചാൾസ് ബെസ്റ്റ്, അലക് ജെഫ്രി, ഫ്രാൻസിസ് ക്രിക്ക്. 6, ഉൽപരിവർത്തനം ചുവടെ തന്നിരിക്കുന്നതിൽ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഹ്യൂഗോ ഡിവ്രിസ്, ചാൾസ് ഡാർവിൻ, ലാമാർക്ക്, റുഡോൾഫ് വിർഷോ. 7, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ചതാര്? കെ എം മുൻഷി, എൻ എ പൽക്കിവാല, എം ഹിദായത്തുള്ള, താക്കൂർ ദാസ് ഭാർഗവ്. 8, ഭരണഘടനയുടെ ആമുഖവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. ആദ്യത്തെ പ്രസ്താവന: ഭരണഘടനയുടെ ബൃഹത്തായ സവിശേഷതകളുടെ സാരാംശമാണ് ആമുഖം. 2, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത് BR അംബേദ്കർ ആണ്. മൂന്നാമത്തെ പ്രസ്താവന: ആമുഖത്തെ ഭരണഘടനയുടെ ആത്മാവ് എന്ന് വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. നാലാമത്തെ പ്രസ്താവന: ദൈവത്തിന്റെ നാമത്തിൽ എന്ന വരികളോടെ ആമുഖം ആരംഭിക്കണമെന്ന് നിർദ്ദേശിച്ചത് SV കാമത്ത് ആണ്. അപ്പൊ ഇതിൽ തെറ്റായിട്ടുള്ള പ്രസ്താവന കണ്ടെത്തുക. 9, മൗലിക അവകാശങ്ങളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. ആദ്യത്തേത്: മൗലിക അവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 3 ആണ്. 2, ജനാധിപത്യത്തിന്റെ വിജയത്തിനും പൗരന്മാരുടെ സമ്പൂർണ്ണ വികാസത്തിനും വേണ്ടി ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങൾ ആണ് മൗലിക അവകാശങ്ങൾ. 3, മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് പാർലമെന്റ് ആണ്. 4, മൗലികാവകാശങ്ങളുടെ ശില്പി സർദാർ വല്ലഭായ് പട്ടേൽ ആണ്. ഓപ്ഷൻ നോക്കിയിട്ട് ശരിയായിട്ടുള്ളത് തിരഞ്ഞെടുത്ത് എഴുതുക. 10, ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല്ല് എന്നറിയപ്പെടുന്നത്? ആമുഖം, നിർദ്ദേശക തത്വങ്ങൾ, മൗലിക അവകാശങ്ങൾ, മൗലിക കർത്തവ്യങ്ങൾ. 11, മൗലികാവകാശമായിരുന്ന സ്വത്തവകാശം ഇപ്പോൾ ഒരു നിയമാവകാശമാണ്. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. ആദ്യത്തെ പ്രസ്താവന: സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത ഭേദഗതിയാണ് 44-ാം ഭേദഗതി. ബി,
നിലവിൽ ഭരണഘടനയുടെ 300A അനുച്ഛേദത്തിലാണ് സ്വത്തവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. സി. സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തത് ഇന്ദിരാഗാന്ധിയാണ്. ഡി. സ്വത്തവകാശം നിയമാവകാശമാകുമ്പോൾ പ്രസിഡന്റ് ആയിരുന്നത് നീലം സഞ്ജീവ റെഡ്ഡിയായിരുന്നു. അപ്പൊ ഇതിലെ ഒരു പ്രസ്താവന തെറ്റാണ്. അത് ഏതാണെന്ന് കണ്ടെത്തി എഴുതുക. 12. ആർട്ടിക്കിൾ 14 പ്രകാരമുള്ള നിയമത്തിന്റെ മുന്നിൽ തുല്യത എന്ന ഭരണഘടനാ തത്വത്തിൽ നിന്ന് ഇളവ് ലഭിക്കുന്ന പദവി ഏതാണ്? ലോക്സഭാ സ്പീക്കർ, പ്രധാനമന്ത്രി, രാഷ്ട്രപതി, മുഖ്യമന്ത്രി. 13. പൗരാവകാശങ്ങളിൽ പ്രധാനപ്പെട്ടതും അടിസ്ഥാനപരവുമായ അവകാശം ഏതാണ്? വോട്ടവകാശം, സ്വത്തവകാശം, സമത്വത്തിനുള്ള അവകാശം, ജീവിക്കാനുള്ള അവകാശം. 14. അർഹതയില്ലാത്ത പദവിയിലിരിക്കുന്ന ഉദ്യോഗസ്ഥനെതിരെ നൽകാവുന്ന റിട്ട് ഏതാണ്? മാൻഡമസ്, പ്രൊഹിബിഷൻ, ഹേബിയസ് കോർപ്പസ്. ഇതൊന്നുമല്ല. 15. നിയമനിർമ്മാണത്തിലും നിർവഹണത്തിലും രാഷ്ട്രം പിന്തുടരേണ്ട ചില അടിസ്ഥാന ലക്ഷ്യങ്ങളാണ് നിർദ്ദേശക തത്വങ്ങൾ. നിർദ്ദേശക തത്വങ്ങളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. ആദ്യത്തെ പ്രസ്താവന: നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയുടെ ഭാഗമായത് സപ്രൂ കമ്മിറ്റിയുടെ ശുപാർശയനുസരിച്ചാണ്. ബി. നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ആദ്യ രാജ്യം അയർലൻഡാണ്. സി. ഗാന്ധിജിയുടെ ക്ഷേമരാഷ്ട്ര സങ്കല്പങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഭരണഘടനാ ഭാഗം 4 ആണ്. ഡി. നിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കാൻ ഒരു പൗരന് കോടതിയെ സമീപിക്കാൻ കഴിയില്ല. അപ്പൊ 4 പ്രസ്താവനകളിൽ തെറ്റായത് ഏതാണെന്ന് കണ്ടെത്തുക. 16. നിർദ്ദേശക തത്വങ്ങളെ നോവൽ ഫീച്ചേഴ്സ്, ദ ഇൻസ്ട്രുമെന്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ബി.ആർ. അംബേദ്കർ, ടി.ടി. കൃഷ്ണമാചാരി, എൽ.എം. സിംഗ്വി, ഗ്രാൻവില്ലെ ഓസ്റ്റിൻ. 17. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യമായ ജോലിക്ക് തുല്യ വേതനം ഉറപ്പുവരുത്തണമെന്ന് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് വ്യവസ്ഥ ചെയ്തിരിക്കുന്നത്? മൗലിക അവകാശങ്ങൾ, നിർദ്ദേശക തത്വങ്ങൾ, കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ, പഞ്ചായത്തുകൾ. 18. മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ സമയത്തെ കേന്ദ്ര നിയമമന്ത്രി ആരായിരുന്നു? എച്ച്.ആർ. ഗോഖലെ, ബി.ആർ. അംബേദ്കർ, നീലം സഞ്ജീവ റെഡ്ഡി, ഇന്ദിരാഗാന്ധി. 19. 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സംരക്ഷണവും വിദ്യാഭ്യാസവും നൽകണമെന്ന് അനുശാസിക്കുന്ന അനുച്ഛേദം ഏതാണ്? ആർട്ടിക്കിൾ 44, ആർട്ടിക്കിൾ 45, ആർട്ടിക്കിൾ 46, ആർട്ടിക്കിൾ 47. 20. സ്വകാര്യ വ്യക്തികൾക്കെതിരെ പുറപ്പെടുവിക്കാൻ കഴിയാത്ത റിട്ടുകൾ ഏതൊക്കെയാണ്? മാൻഡമസ്, പ്രൊഹിബിഷൻ, സെർഷ്യോററി, ഹേബിയസ് കോർപ്പസ്. ഓക്കെ, ഇത്രയായിരുന്നു 20 ചോദ്യങ്ങൾ. നമുക്ക് ഉത്തരങ്ങളൊന്ന് പരിശോധിക്കാം. ആദ്യത്തെ ചോദ്യം: താഴെ പറയുന്ന വിവരണം പരിശോധിച്ച് പ്രതിഭാസം ഏതാണെന്ന് കണ്ടെത്തുക. പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്നും വ്യത്യസ്തമായ മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിന്റെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നതാണ് അപവർത്തനം. സി ആണ് ഉത്തരം. 2. താഴെ പറയുന്നതിൽ പ്രകാശം അതിന്റെ ഘടകവർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസത്തിന് പറയുന്ന പേര് പ്രകീർണനമാണ്. പ്രകീർണനം, ഡിസ്പേർഷൻ. ബി. 3. കൂട്ടത്തിൽപ്പെടാത്തത് ഏത്? കൂട്ടത്തിൽപ്പെടാത്തത് കുരങ്ങാണ്. ബാക്കിയെല്ലാം ഹോമിനോയിഡ് വിഭാഗത്തിൽ പെടുന്നതാണ്. 4. ചുവടെ നൽകിയവയിൽ ജീവപരിണാമം സംബന്ധിച്ച തെറ്റായ പ്രസ്താവന ഏതാണെന്ന് കണ്ടെത്തുക. ബി ആണ് തെറ്റായിട്ടുള്ളത്. ലാമാർക്കിന് മുൻപല്ല, ലാമാർക്കിന് ശേഷമുള്ള ജീവപരിണാമ സിദ്ധാന്തങ്ങളാണ് നിയോ ലാമാർക്കിസം എന്നറിയപ്പെടുന്നത്. അതുപോലെ ഡാർവിന് ശേഷമുള്ളത് നിയോ ഡാർവിനിസം എന്നും അറിയപ്പെടുന്നുണ്ട്. 5. DNA ഫിംഗർ പ്രിന്റിംഗിന്റെ ഉപജ്ഞാതാവ് ആരാണ്? സി. അലക് ജെഫ്രി ആണ്. അലക് ജെഫ്രി. 6. ഉൽപരിവർത്തനം ചുവടെ തന്നിരിക്കുന്നതിൽ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മ്യൂട്ടേഷൻ, ഹ്യൂഗോ ഡിവ്രിസ്. എ. 7. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? കെ.എം. മുൻഷിയാണ്. കെ.എം. മുൻഷി. എ. 8. ഭരണഘടനയുടെ ആമുഖവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റായത് ബി ആണ്.
ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റു ആണ്. അതാണ് ശരി. അംബേദ്കർ അല്ല, തെറ്റിപ്പോയി. 9. മൗലിക അവകാശങ്ങളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. ആദ്യത്തെ പ്രസ്താവന ശരിയാണ്. ഭരണഘടനയുടെ 3-ാം ഭാഗത്താണ് മൗലിക അവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. 2 ശരിയാണ്. ജനാധിപത്യത്തിന്റെ വിജയത്തിനും പൗരന്മാരുടെ സമ്പൂർണ്ണ വികാസത്തിനും വേണ്ടി ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങളാണ് മൗലിക അവകാശങ്ങൾ. 3 തെറ്റാണ്. മൗലിക അവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതിയാണ്. 4 ശരിയാണ്. മൗലിക അവകാശങ്ങളുടെ ശില്പി സർദാർ വല്ലഭായ് പട്ടേൽ. ചോദ്യം ശരിയായവ കണ്ടെത്താനാണ്. അപ്പോൾ 1, 2, 4 ശരിയായിട്ടുള്ളത്. ബി ആണ് ഉത്തരം. 1, 2, 4 മാത്രം. 10. ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല്ല് എന്നറിയപ്പെടുന്നത് മൗലിക അവകാശങ്ങളാണ്. സി. 11. മൗലിക അവകാശമായിരുന്ന സ്വത്തവകാശം ഇപ്പോൾ ഒരു നിയമാവകാശമാണ്. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. തെറ്റായിട്ടുള്ളത് സി ആണ്. സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തത് ആരാ? മൊറാർജി ദേശായി ആണ്. ഇന്ദിരാഗാന്ധി എന്നാണ് കൊടുത്തേക്കുന്നത്, അത് തെറ്റാ. 12. ആർട്ടിക്കിൾ 14 പ്രകാരമുള്ള നിയമത്തിന്റെ മുന്നിൽ തുല്യത എന്ന ഭരണഘടനാ തത്വത്തിൽ നിന്ന് ഇളവ് ലഭിക്കുന്ന പദവി രാഷ്ട്രപതിയാണ്. രാഷ്ട്രപതി. സി. 13. പൗരാവകാശങ്ങളിൽ പ്രധാനപ്പെട്ടതും അടിസ്ഥാനപരമായ അവകാശം ഏതാണ്? ഡി ആണ്. ജീവിക്കാനുള്ള അവകാശം. 14. അർഹതയില്ലാത്ത പദവിയിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥനെതിരെ നൽകാവുന്ന റിട്ട് ഏത്? ഇതൊന്നുമല്ല. കോ വാറണ്ടോ ആണ് ആൻസർ. കോ വാറണ്ടോ. 15. നിയമനിർമ്മാണത്തിലും നിർവഹണത്തിലും രാഷ്ട്രം പിന്തുടരേണ്ട ചില അടിസ്ഥാന ലക്ഷ്യങ്ങളാണ് നിർദ്ദേശക തത്വങ്ങൾ. നിർദ്ദേശക തത്വങ്ങളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. ബി ആണ് തെറ്റായിട്ടുള്ളത്. നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ആദ്യത്തെ രാജ്യം സ്പെയിൻ ആണ്. ഇന്ത്യ ഏത് ഭരണഘടനയിൽ നിന്നാണ് നിർദ്ദേശക തത്വങ്ങൾ എന്ന ആശയം കടമെടുത്തത്? അതാണ് അയർലൻഡ്. 16. നിർദ്ദേശക തത്വങ്ങളെ നോവൽ ഫീച്ചേഴ്സ്, ദ ഇൻസ്ട്രുമെന്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? എ. BR അംബേദ്കർ ആണ്. 17. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യമായ ജോലിക്ക് തുല്യ വേതനം ഉറപ്പുവരുത്തണമെന്ന് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് വ്യവസ്ഥ ചെയ്തിരിക്കുന്നത്? ബി. നിർദ്ദേശക തത്വങ്ങളിലാണ് വ്യവസ്ഥ ചെയ്തിരിക്കുന്നത്. 18. മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ സമയത്തെ കേന്ദ്ര നിയമമന്ത്രി ആരായിരുന്നു? എ ആണ്. HR ഗോഖലെ. 19. 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സംരക്ഷണവും വിദ്യാഭ്യാസവും നൽകണമെന്ന് അനുശാസിക്കുന്ന അനുച്ഛേദം ഏതാണ്? ബി ആണ്. ആർട്ടിക്കിൾ 45. 20. സ്വകാര്യ വ്യക്തികൾക്കെതിരെ പുറപ്പെടുവിക്കാൻ കഴിയാത്ത റിട്ടുകൾ ഏതൊക്കെയാണ്? മാൻഡമസ് പറ്റത്തില്ല, പ്രൊഹിബിഷൻ പറ്റത്തില്ല, സെർഷ്യോററി പറ്റത്തില്ല. 1, 2, 3 ആണ്. 1, 2, 3. ബി ആണ് ഉത്തരം. ഓക്കെ. അപ്പോൾ 20 ചോദ്യങ്ങളിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് നിർബന്ധമായിട്ടും താഴെ കമന്റ് ചെയ്യുക. അതുപോലെ എക്സാം നിർബന്ധമായിട്ടും എഴുതണം. എല്ലാവരും എക്സാം എഴുതിയിരിക്കണം. നമ്മുടെ ടൈം ടേബിൾ ഫോളോ ചെയ്യുന്ന എല്ലാവരും എക്സാം അറ്റൻഡ് ചെയ്തിട്ട് മാർക്ക് താഴെ കമന്റ് ചെയ്യണം. കാരണം പഠിച്ചാൽ മാത്രം പോരാ, പരീക്ഷയും കൂടി എഴുതി അത് ഉറപ്പ് വരുത്തിയിട്ട് വേണം പോവാൻ. ഓക്കെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീണ്ടും കാണാം. ഗുഡ് നൈറ്റ്. താങ്ക് യു.